നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രങ്ങളിലൂടെയും മറ്റും ഒരു വല്ലാത്ത വാർത്ത കണ്ടു. തിരുവനന്തപുരത്ത് 2 ബെൽജിയം നായകൾ ചേർന്നിട്ട് ഒരു കുട്ടിയെ വളരെ മാരകമായ രീതിയിൽ ആക്രമിച്ചത്. അപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നി. ആ രീതിയിലാണ് ആക്രമണം ഉണ്ടായത്. അതിനുശേഷം ഒരു പൊതു ചോദ്യം ഉയർന്നു. ബെൽജിയം മാൽനോയ്സ് ഇനത്തിൽപ്പെട്ട എല്ലാവരും ഇങ്ങനെയാണോ? അവരെ നമ്മൾ ഭയക്കേണ്ടതുണ്ടോ എന്ന്. ഇത് ഞങ്ങളുടെ ലൈക്ക, നമ്മൾ വാർത്തകളിൽ കണ്ട അതേ ഇനം ഒറിജിനൽ ബെൽജിയം മാൽനോയ്സ്. ലൈക്കയെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം അവൾ എത്രത്തോളം സ്നേഹമുള്ളവളാണെന്ന്. ആള് അല്പം ജാടയും കുരുത്തക്കേടും ഒക്കെ ഉണ്ട്. എങ്കിലും ഒരു കാര്യം 100% ഉറപ്പ് പറയാം, ഞങ്ങളുടെ അനുവാദമില്ലാതെ അവൾ ആരെയും ഉപദ്രവിക്കത്തില്ല. മാത്രമല്ല, ആരെയും ഉപദ്രവിക്കാൻ ഞങ്ങൾ അനുവാദം കൊടുക്കുകയുമില്ല. ലൈക്ക എന്തുകൊണ്ടാണ് ഇങ്ങനെയായത്? മറ്റ് ചില നായകൾ, ഈ ബെൽജിയം മാൽനോയ്സ് ഇനങ്ങളിൽപ്പെട്ട ചിലർ വളരെ അക്രമാസക്തരാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ തെറ്റ് നായയുടേതല്ല, നമ്മൾ വളർത്തുന്ന രീതിയാണ് പ്രശ്നം. ബെൽജിയം മാൽനോയ്സ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു സാധാരണ നായയല്ല. അത് എന്താ പറയുന്നത്, ഒരു സൂപ്പർ കാർ പോലെയാണ്. അത് ശരിയായി ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ അപകടം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡ്രൈവർ നല്ല രീതിയിൽ ഡ്രൈവിങ് പഠിച്ച ആളായിരിക്കണം. എന്ന് വെച്ചാൽ ബെൽജിയം മാൽനോയ്സിനെ വളർത്തുന്നവർ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കാൻ ശേഷിയുള്ളവരായിരിക്കണം. ലൈക്കയെ ഞങ്ങളിവിടെ ഒരു കാവൽ നായയെ പോലെ അല്ല വളർത്തുന്നത്. ലൈക്ക ഇവിടെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു കുടുംബാംഗമാണ്. അപ്പം പിന്നെ ഞങ്ങളൊക്കെ ലൈക്കയുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങളൊക്കെയാണ്. ആ രീതിയിലുള്ള കുരുത്തക്കേടും പിന്നെ പ്രവൃത്തികളും ഒക്കെയാണ് അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ടും നിർദ്ദേശം കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മക്കൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന കണക്ക് ഞാൻ അവൾക്ക് നിർദ്ദേശം കൊടുക്കാറുമുണ്ട്. ലൈക്കയെ കുട്ടിക്കാലം മുതൽ തന്നെ ഞങ്ങൾ മറ്റാളുകളുമായിട്ട് ഇടപഴകാനും അവരോട് എങ്ങനെ പെരുമാറണമെന്നും പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ബെൽജിയം മാൽനോയ്സിന് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല, അതിലവർക്ക് താല്പര്യമല്ല. അവർക്ക് നമ്മളെപ്പോഴും എന്തെങ്കിലും പണി കൊടുത്തുകൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ അവർ നമുക്ക് പണി തന്നുകൊണ്ടിരിക്കും. ലൈക്കയ്ക്ക് ഞാൻ നോ എന്ന് പറഞ്ഞാൽ അത് ഗൗരവത്തിൽ പറഞ്ഞാൽ അതിലേക്ക് അവസാന വാക്കാണ്. ഈ ഗൗരവത്തിൽ പറഞ്ഞാൽ നിന്ന് എടുത്തു പറഞ്ഞ കാരണം, ഇപ്പം ഞങ്ങൾ ഇവിടെ എല്ലാവരും ഫ്രണ്ട്സാണ്. അപ്പം നമ്മൾ സംസാരിക്കുമ്പം അത് പലപ്പോഴും ചിലർ വീട്ടിൽ മക്കളായാലും ശരി തന്നെ ചിരിച്ചുകൊണ്ട് നോ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാറില്ല. അപ്പോൾ അത് തമാശയാണെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ ഗൗരവത്തിൽ മുഖം ഒന്ന് കറുപ്പിച്ചിട്ട് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരംഗീകരിക്കും. അപ്പോൾ ലൈക്ക് അതുപോലെ തന്നെ, ലൈക്ക് നോ ഇരിക്കവിടെ, ഇരിക്കേ, ഡൗൺ, ഇത്രയുള്ള ലൈക്ക. മക്കളെ കളിച്ചോ. ഈ ഒരു ബോണ്ടിങ് ഒരു നായയും ഉടമസ്ഥനുമായി വേണം. ഇത് ഞങ്ങളുടെ ലിയോ, ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ടതാണ്. അത് പിന്നെ നമ്മുടെ വ്യൂവേഴ്സിനെല്ലാം അറിയാവുന്നതാണ്. അപ്പം ലൈക്കയെ ഏത് ജനക്കൂട്ടത്തിൻ്റെ ഇടയിലും നമുക്ക് അവനെ ലീഷ് പോലും ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ലിയോയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവനൊരു സംശയരോഗിയാണ്. സംശയരോഗി എന്ന് പറഞ്ഞാൽ, അപ്പം ഞങ്ങളുടെ അടുത്തേക്ക് ആരെങ്കിലും ഒരാൾ വന്നാൽ അവൻ ആദ്യം ശ്രദ്ധിക്കുന്നത് ഞങ്ങളെ ഉപദ്രവിക്കാനാണോ വരുന്നത് എന്നാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു അക്രമ സ്വഭാവം കാണിക്കും.
അല്ലാതെ വീട്ടിൽ വരുന്നത്, നമ്മളിപ്പോൾ വീട്ടിലേക്ക് ഒരുപാട് പേര് വരാറുണ്ട് ഇവരെ കാണാൻ വേണ്ടി. അവരോടൊന്നും അവർക്കൊരു പ്രശ്നവുമില്ല. കാര്യം അതവരെ കാണാനാണ് വരുന്നതെന്നറിയാം. നേരെ മറിച്ച് പുറത്തെവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഒരാളെ എൻ്റെ നേരെയോ അല്ലെങ്കിൽ പിന്നെ വൈഫിൻ്റെ നേരെയോ മക്കളുടെ നേരെയോ ഒരാൾ വന്നാൽ ചിലപ്പോൾ പരിചയക്കാരായിരിക്കും, പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം അത് പരിചയക്കാരനല്ല. അവൻ്റെ ഒരു തോന്നൽ ഇപ്പം ഞങ്ങളെ ഉപദ്രവിക്കാൻ ഒരാൾ വരുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു സ്വഭാവം അവൻ കാണിക്കുകയും ചെയ്യും. ഇത്രയും കാലത്തെ ബെൽജിയം മാലിനോയ്സിനെ വളർത്തിയതിൻ്റെ അനുഭവം കൊണ്ടും ഇതിൻ്റെ അടുപ്പം കൊണ്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ട്രെൻഡ് നോക്കിയോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് നോക്കിയോ നിങ്ങൾ ഒരു ബെൽജിയം മാലിനോയ്സിനെ ഒരിക്കലും വളർത്തരുത്. കൃത്യമായ വ്യായാമവും ട്രെയിനിങ്ങും കൊടുക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബെൽജിയം മാലിനോയ്സിനെ ഒരു വന്യമൃഗമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. തിരുവനന്തപുരത്തുണ്ടായ സംഭവം എൻ്റെ അഭിപ്രായത്തിൽ ഉടമസ്ഥൻ്റെ അശ്രദ്ധ മൂലം ഉണ്ടായതാണ്, അല്ലാതെ ഈ വർഗത്തിൻ്റെ കുറ്റമല്ല. നായകളെ സ്നേഹിക്കണം, അത് നമുക്ക് 100% ഉത്തരവാദിത്വത്തോടെ ആയിരിക്കണം. തിരുവനന്തപുരത്ത് നടന്ന ആ സംഭവം വളരെ ദുഃഖകരമാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആ കുട്ടി സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലിയോയെയും ലയിക്കുകയും പോലെ നമുക്ക് സ്നേഹമുള്ള കൂട്ടുകാരായി നായകളെ വളർത്താം, അല്ലേ? അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക.